ഓക്കെ ഗൈസ്, മൈക്കൊക്കെ വർക്കിംഗ് അല്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് വന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, രാത്രി തന്നെ വീണ്ടും വന്നു. വേറെ ഒന്നുമല്ല, ലീജൻ 5 ഗെയിമിംഗ് ലാപ്ടോപ്പ് കയ്യിൽ കിട്ടി. ജസ്റ്റ് അത് വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയുമ്പോൾ ഈ ലാപ്ടോപ്പ് ഏകദേശം 15.3 ഇഞ്ച് സൈസ് വരുന്ന ലാപ്ടോപ്പാണ്. ലൈക്ക് ഒരു ഡിസ്പ്ലേ ഉണ്ട്, നല്ല ഫസ്റ്റ് പോയിന്റ് ആട്ടോ. ഡിസ്പ്ലേ വന്ന് ലൈക്ക് IPS പാനലാണ് എൻ്റെ ഇരിക്കുന്നത്. ഇതിൽ OLED കിട്ടും. അപ്പം നല്ലൊരു ഓപ്ഷൻ OLED ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ OLED വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇത് IPS വിത്ത് 165 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വിത്ത് ഡോൾബി വിഷൻ HDR ട്രൂ ലൈക്ക് 600 പിന്നെ TUV സർട്ടിഫിക്കേഷൻ ബ്ലൂ ലൈറ്റ് എമിഷൻ അങ്ങനത്തെ പല പരിപാടിയും ഈ സാധനത്തിലുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഓണാക്കി കാണിക്കാം. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഹിഞ്ചസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടിൽട്ട് ചെയ്യാൻ പറ്റുന്നത്. 180 ഇല്ല, പക്ഷെ എന്നാലും 170 ഒക്കെ പോകുന്ന ഒരു നല്ല ഹിഞ്ച് വരുന്നു. പിന്നെ നല്ല കീബോർഡ് വരുന്നുണ്ട്. ലൈക്ക് ലെനോവോയുടെ തന്നെ സ്ട്രൈക്ക് കീബോർഡാണ് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത്. അതൊരു നല്ലൊരു ഓപ്ഷൻ. ഡിസ്പ്ലേ ഓൺ ആയി കേട്ടോ, ബെസ്റ്റ്. പിന്നെ അതേപോലെ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം പറയണ്ട. ഈ ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണെങ്കിൽ ചൂടാവും. അപ്പോൾ ഇതിന് നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ലെനോവോ പറയുന്നത് ലെനോവോയുടെ ലീജൻ്റെ കോൾഡ് ഫ്രണ്ട് ഹൈപ്പർ എന്ന് പറഞ്ഞ കൂളിംഗ് സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ സൈഡിൽ വെന്റിലൊന്നും ഇല്ല, താഴെ കൂടെ മാത്രമേ പരിപാടി നടക്കുകയുള്ളൂ. എന്നിട്ട് കംപ്ലീറ്റ്ലി എയർ ഇൻടേക്ക് ചെയ്തിട്ട് എയർ സ്പ്രെഡ് ആവാതെ ഔട്ട് ചെയ്ത് കളയും. അതാണ് ഇതിൻ്റെ പറയുന്ന ടെക്നോളജി. ഇപ്പോൾ ഫാനൊക്കെ ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലൊക്കെ കറങ്ങും. 2 ഫാനും ഇങ്ങനെയൊക്കെ ആയിരിക്കും കറങ്ങുന്നത്. ഓക്കെ. പിന്നെ ഇത് പിന്നെ 170 വാട്ടിൻ്റെ TDP ഉണ്ട് കേട്ടോ. ഈ സെഗ്മെൻറ്റിലെ പെർഫോമൻസ് ഉള്ള സാധനമാണ് ഇത്. പിന്നെ റാം അപ്ഗ്രേഡ് ചെയ്യാം, SSD 2 ഇടാം. ഇങ്ങനെ അങ്ങനെ പറയണ്ട. ബാറ്ററി 80 വാട്ട്-അവർ, അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട് കേട്ടോ. ലോക്കിന് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ വ്യക്തികൾക്ക് ഇത് നല്ല ചോയ്സാണ്. നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. കാരണം ഞാനൊരു കംപ്ലീറ്റ് PUBG PC ഡൗൺലോഡ് ചെയ്ത്, പക്ഷെ ഞാൻ പ്ലഗ് കണക്ട് ചെയ്ത്, പക്ഷെ ഒരു കാര്യം മറന്നു, ഞാൻ ഇത് പ്ലഗ് ചെയ്തിട്ടില്ല. പക്ഷെ ഫുൾ ചാർജിൽ കൊണ്ടുവന്നത്. ആ ഗെയിം ഓൾമോസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കണ്ട് പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് 65% ബാക്കി. ഞാൻ സാധാരണ സത്യം പറയുകയാണെങ്കിൽ ലോക്കിൻ്റെ ഉള്ളതാണ്. ഗുഡ് ചോയ്സ്. പിന്നെ വാറണ്ടിയെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ഇതിന് ഡീഫോൾട്ട് 1 ഇയർ വാറണ്ടി ഉണ്ടാവും. അതിൻ്റെ കൂടെ ADP കിട്ടും, ഫിസിക്കൽ ഡാമേജ് കിട്ടും. അതുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ 3-ാമത്തെ കാര്യം കൂടെ പറയുകയാണെങ്കിൽ, നമ്പരൊക്കെ തെറ്റി കേട്ടോ, 5-ാമത്തെ കാര്യം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ലാപ്ടോപ്പിനുള്ളിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു AI ചിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ലോകത്തിലെ ആദ്യത്തെ AI ഗെയിമിംഗ് ലാപ്ടോപ്പാണ് ഈ മോഡൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കുന്നവർക്ക് കുറച്ച് ബെറ്ററാണ്. ലൈക്ക് ഒരു 16% വരെ ഹയർ FPS ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ ഇപ്പം ലൈക്ക് PUBG കളിക്കുന്നോ, വാലറന്റ് കളിക്കുന്നോ, CSGO കളിക്കണോ, CSGO കളിക്കാറുണ്ടെങ്കിൽ എടുത്ത് കൊല്ലും. അപ്പോൾ ഒക്കെ കളിക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ മതി, ചാനൽ സെറ്റാക്കാം. ഓക്കെ. അപ്പോൾ ഗുഡ് നൈറ്റ്. രാവിലെ പോസ്റ്റ് ആകുമ്പോൾ ഗുഡ് മോർണിംഗ്. ഓക്കെ. രാത്രിയാണ് ഇവിടെ ഇപ്പം. ശരി. അപ്പോൾ